നമസ്കാരം. UAEcarlon.com-ലേക്ക് സ്വാഗതം. ഞാൻ ദീപക്. അപ്പോൾ ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം. എവിടുന്ന് വണ്ടി വാങ്ങിച്ചാലും വിൽക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള ക്യാഷുകൾ ആദ്യം തരികയും ക്യാഷ് തന്നാൽ വണ്ടി വാങ്ങിച്ചതിന് ശേഷം 0 ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് നിങ്ങളുടെ പേരിൽ ലോൺ ചെയ്ത് തരുന്ന സർവീസാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മണി സ്പോൾ എന്നുള്ള കോൺസെപ്റ്റിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോയി ബാർഗൻ ചെയ്യാം, സ്ട്രോങ് ആയിട്ട് പോയി നിൽക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് വരിക, എല്ലാ വിവരങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ചോദ്യം, ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ കോംപ്രഹെൻസീവ് ടെസ്റ്റ് നിർബന്ധമാണോ എന്നുള്ളതാണ്. ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കോംപ്രഹെൻസീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കേടൊന്നുമില്ല, ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മളിത് നോക്കുമ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ വണ്ടിയുടെ മോഡൽ, നമ്മൾ കൊടുക്കുന്ന പൈസ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനൊന്ന് കണക്കൂട്ടാനായിട്ട്. കാരണം ഇന്ന് കാണുന്ന ഈ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെല്ലാം ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് വണ്ടി കച്ചവടവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഈവൻ നമ്മളുടെ ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോമായ അവർക്ക് ആദ്യം വേണ്ടത് ഡേറ്റയാണ്. നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണോ എന്നുള്ള ഒരു ഡേറ്റയാണ് അവർക്ക് വേണ്ടത്. കാരണം അവർ വണ്ടി വിൽക്കുന്നുണ്ട്, അവർ പാർക്ക് ആൻഡ് സെയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും അവർ വണ്ടി വാങ്ങിച്ച് വിൽക്കുന്നുണ്ട്, ഓപ്ഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞൊരു വലിയൊരു പ്ലാറ്റ്ഫോമിനെയാണ് അടിച്ചു വിട്ടേ കേട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കമ്പനിയുടെ പേര് പറഞ്ഞു വരാറുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഞാനത് പിന്നെ അതൊരു ബീപ്പ് അടിച്ചാൽ കളയാം. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഞാൻ കണ്ടെടുത്ത എല്ലാം കച്ചവടമുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കച്ചവടങ്ങൾ ഒത്തിരി ഒഴിവായി പോകുന്നത് കാണുന്നുണ്ട്. നമ്മളൊരു നിസാൻ സണ്ണി വാങ്ങിച്ചിട്ട് ഈ നിസാൻ സണ്ണി വാങ്ങുന്നത് 18,000 രൂപയ്ക്ക്, ഒരു 500 രൂപയ്ക്ക് ഇതും കമ്പ്യൂട്ടർ ചെക്ക് എല്ലാം കൂടി 500-600 അതിനകത്ത് മുടക്കി. ഇപ്പോൾ ഈ 600 നമ്മൾ അതിനകത്ത് മുടക്കി, ബാക്കിയുടെ കാശുകളൊക്കെ മുടക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് കിട്ടാൻ അതിനകത്ത്? അതേപോലെ പറഞ്ഞിട്ട് ഈ പൈസ നമ്മൾ ആ വണ്ടിയിലേക്ക് മുടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആരും തല്ലാൻ പറയേണ്ട, ഫ്രണ്ട് വണ്ടിയാണെങ്കിലോ അങ്ങനെയാണെങ്കിലോ എന്നൊക്കെ. അങ്ങനത്തെ സംശയമുള്ള ഒരൊറ്റ വണ്ടി നമ്മൾ എടുക്കരുത്. നമ്മൾ ഞാൻ പറയുന്നത് മുഴുവൻ ശരിയല്ല, എന്നാൽ കുറേയൊക്കെ ശരിയാണ് താനും. ചെക്ക് ചെയ്താലും നമ്മുടെ കോമൺ സെൻസിനും കൂടി കുറച്ചൊക്കെ വരണം. കാരണം ഇതൊരു വണ്ടിയാണ്. കോമ്പൻസേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പണ്ട് കോമ്പൻസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൂടിയ വണ്ടികൾ, ഒരു ചെറിയൊരു സ്ക്രാച്ച് പെയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതിന് വിലയൊക്കെ വളരെയായിട്ട് കുറയും. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ മാത്രം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരുന്ന ടെസ്റ്റാണ് ഈ കോമ്പൻസേഷൻ ടെസ്റ്റ്. പിന്നെ അത് നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് അത് സാധാരണക്കാരുടെ അടുത്തേക്ക് ഇറക്കി വിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ കോമ്പൻസേഷൻ ടെസ്റ്റ് തുടങ്ങുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ. ഞാനതൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ വാഹനം വാങ്ങിക്കുന്നതുമായിട്ട് നിങ്ങൾക്ക് കാർ ലോൺ എന്തെങ്കിലും ആവശ്യമുണ്ട്, വിൽക്കുന്ന ആൾക്കൂടെ ക്യാഷ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ലാഭം കിട്ടുമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കയ്യിൽ നിന്നാണ് വണ്ടി വാങ്ങിക്കണമെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുക്കാൻ വേണമെങ്കിലോ, അതിൽ ലോൺ കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ, 0 ഡൗൺ പേയ്മെന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് ID www.uaecarlon.com. താങ്ക് യു.